നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് കുമാർ. പണ്ടൊക്കെ സാധാരണ പറയാറുള്ളത് പൊതുജനം കഴുതകളാണെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ പൊതുജനങ്ങൾ കഴുതകൾ മാത്രമല്ല, ഒന്നാം നമ്പർ അരണകളാണ്. ഓർമ്മക്കുറവ് എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ ശാപം. അത് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ മുതലെടുക്കുന്നുണ്ട്. ശബരിമലയിൽ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നത്. ടിപ്പു സുൽത്താൻ, ബാബർ, ചെങ്കിസ് ഖാൻ, തൈമൂർ, അങ്ങനെ വലിയ വലിയ വിദേശ കൊള്ളക്കാർ ഇന്ത്യയിൽ കൊള്ളയടിച്ച സ്വർണത്തിനേക്കാളും കൂടുതൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ആൾക്കാരാണ് നമ്മുടെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവരെ കൂട്ടത്തിൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അത് രാഷ്ട്രീയ ചായവുള്ള ആൾക്കാർ തന്നെയാണ് 90%. അതുകൂടാതെ മുൻപ് ഭരിച്ചിരുന്ന ആൾക്കാരും ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സത്യം. അത് വലിയ വിദേശ യൂറോപ്യൻ കൺട്രിയിലുള്ള വന്ന് ഇവിടെ ഇന്ത്യയുടെ പരമോന്നത അധികാരത്തിലേക്ക് ഇരുന്ന കുടുംബവുമായിട്ടും ബന്ധമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ കുടിച്ച ചായയുടെ കപ്പിൻ്റെ ഫോട്ടോ, രാഹുലിൻ്റെ പീഡനം മുതലായതും അതിൻ്റെ കൂടെ ഈ ജയിലിലെ വർധനവ്, ശമ്പള വർധനവൊക്കെ ജനങ്ങൾ സംസാരിക്കുന്നത്. സൗകര്യപൂർവ്വം ശബരിമലയിലെ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ള, സ്വന്തം രാജ്യത്തെ സ്വന്തം അമ്പലത്തിൻ്റെ പൈതൃകമായ സ്വത്തുക്കളൊക്കെ, പിന്നെ ഒരു ഒന്നാം നമ്പർ ചാരായ വ്യാപാരിയുടെ സഹായത്തോടു കൂടി സ്വർണം പതിച്ച വ്യാളി ഇതിൻ്റെ കവചങ്ങളും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും കടത്തിക്കൊണ്ടുപോയി കുറേയൊക്കെ വിറ്റു, കുറേ തിരിച്ച് ചെമ്പായി സ്വർണം പൂശിയിട്ടൊക്കെ തിരിച്ച് കൊണ്ടുവന്ന് വെച്ചു എന്നൊക്കെ പറയുന്നു. നമ്മളൊക്കെ പൂർണ്ണമായും 100% അയ്യപ്പനിലും ഗുരുവായൂരപ്പനിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കുണ്ടാകുന്ന വേദന ഇത് കോമഡിയാക്കാൻ മാറ്റാനാണ് ഈ നമ്മുടെ മാതൃകാപരമായ പത്രക്കാരും ചാനൽക്കാരും ചെയ്യുന്നത്. ഒരൊറ്റ എണ്ണം. പക്ഷേ ഇവരൊക്കെ ശബരിമലയിൽ പോകുന്നതും ഗുരുവായൂർ പോകുന്നതും തോടുന്ന ഫോട്ടോയും റീൽസും കാര്യങ്ങളൊക്കെ ഇടും. പക്ഷെ ഒന്നിനു പോലും ആത്മാർത്ഥമായ ഭക്തിയില്ല, ഒന്നുമില്ല. എല്ലാം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ചില ആൾക്കാരുടെ കൊടിച്ചുപെട്ടികളായിട്ട് മാറിയിരിക്കുകയാണ്, വാലാട്ടിപ്പട്ടികൾ. കേരളം എന്നും മറവിയുടെ ഭാഗത്താണ്. 100% എല്ലാവരും അരണകളാണ്, 100% എല്ലാവരും കഴുതകളുമാണ്. അതുകൊണ്ടല്ലേ ഈ വലിയ വലിയ കൊള്ളകളൊക്കെ മറന്നിട്ട് പിണറായി വിജയൻ ചായ കുടിച്ചതിൻ്റെ കപ്പും പിന്നെ രാഹുലിൻ്റെ പീഡനവും ജയിലിലെ ശമ്പള വർധനയൊക്കെ പറഞ്ഞ് നമ്മുടെ ജനങ്ങളെ പറ്റിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും കേരളം ഇനി മൂന്നാം ഭരണം കൂടെ കൊടുത്താൽ സ്വാഹ, തീർന്ന പരിപാടി. അതല്ല വീണ്ടും കോൺഗ്രസ് നയിക്കുന്ന UDF ഭരണമാണ് വരുന്നെങ്കിൽ ബാക്കി പറയണ്ട. പൂർണ്ണമായും ജിഹാദിവൽക്കരണം നടക്കും 100%. അവർക്ക് ആഭ്യന്തരവും വിദ്യാഭ്യാസവും എല്ലാം എന്താണ് നല്ല ഒന്നാം നമ്പർ എണ്ണറെന്ന് പറയും കണ്ണൂർ ഭാഗത്തൊക്കെ. എണ്ണർ പോലുള്ള വകുപ്പൊക്കെ അവർക്ക് കൊടുക്കണം. 10-32 MLA വെച്ചാൽ അവർ പറയുന്നതൊക്കെ നടക്കും. അവരെല്ലാം ഒറ്റക്കെട്ടായി ന്യൂനപക്ഷ സംവരണം, പ്രീണനം ഒക്കെ നടന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഈ പലരും പറയുന്നുണ്ട് ജന്തുക്കൾ. ഞാൻ ജന്തുക്കളൊന്നും പറയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനടങ്ങുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനൊക്കെ എതിർത്തിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയാൾ പോരാട്ടമായി പോകുന്നു എല്ലാവരും. എത്രയോ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും നടക്കുന്ന മാതിരിയില്ല. കേരളത്തിനെ സാക്ഷാൽ അയ്യപ്പൻ തന്നെ രക്ഷിക്കണം. ഇവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വീണ്ടും പഴയ ആ ഔന്നത്യത്തിലേക്ക് എത്തണമെങ്കിൽ നീണ്ട 10-20 വർഷങ്ങൾ വേണ്ടി വരും പുതുതായിട്ട് വരുന്ന നല്ല ഏതെങ്കിലും സർക്കാരിന്. അത് BJP തന്നെ വന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ. എങ്ങനെയാലും ചെകുത്താനും കടലിനും നടുവിലാണ് കേരളത്തിൻ്റെ ഭാവി നിൽക്കുന്നത്. ഇതെല്ലാം കടന്നു പോകണം. സാക്ഷാൽ അയ്യപ്പൻ തന്നെ കാത്തുരക്ഷിക്കട്ടെ.